ആകാശമണ്ഡലത്തിലെ 12ാമത്തെ നക്ഷത്രമായ ഉത്രം സൂര്യനധിപനായ നക്ഷത്രമാണ്. നേതൃപാടവവും സ്ഥിരതയും ലക്ഷ്യബോധവും കൈമുതലായുള്ള ഉത്രം നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1202 ആണ്ട് ഒരു സവിശേഷ കാലഘട്ടമാണ്. ചിങ്ങക്കൂറിലും കന്നിക്കൂറിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം കേവലം ഒരു കാലചക്രത്തിന്റെ മാറ്റം എന്നതിലുപരി ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമാണ്. നിങ്ങളുടെ പ്രവൃത്തികളിൽ വ്യക്തതയും ഫലപ്രാപ്തിയും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷമാണിത്. ജ്യോതിഷപരമായ സൂചനകൾ അനുസരിച്ച് കൊല്ലവർഷം 1202 എന്നത് ഉത്രം നക്ഷത്രക്കാർക്ക് അവരുടെ കർമ്മ മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കാനും വ്യക്തി ജീവിതത്തിൽ സ്വസ്ഥത കണ്ടെത്താനും കഴിയുന്ന പരിവർത്തന വർഷമായിരിക്കാനാണ് സാധ്യത. ഉത്രം നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് ഈ വർഷം വലിയ തോതിലുള്ള ചലനങ്ങൾ പ്രതീക്ഷിക്കാം. സൂര്യന്റെ തേജസ് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ പ്രതിഫലിക്കുന്നതിനാൽ അധികാര സ്ഥാനങ്ങൾ അലങ്കരിക്കാനും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും അനുകൂലമായ സാഹചര്യങ്ങൾ ഒത്തുവന്നേക്കാം. സർക്കാർ തലത്തിലോ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്നവർക്ക് ഈ വർഷം സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. വർഷത്തിന്റെ ആദ്യ പാദത്തിൽ ജോലിയിൽ ചില സമ്മർദ്ദങ്ങൾ അനുഭവപ്പെട്ടേക്കാമെങ്കിലും അത് നിങ്ങളുടെ കഴിവിനെ തെളിയിക്കാനുള്ള അവസരങ്ങളായി മാറും. മേലധികാരികളിൽ നിന്ന് പ്രശംസ പിടിച്ചു പറ്റാനും സഹപ്രവർത്തകരുടെ ഇടയിൽ ബഹുമാനം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ അമിതമായ ആത്മവിശ്വാസം മൂലം സഹപ്രവർത്തകരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ മിതത്വം പാലിക്കുന്നത് നന്നായിരിക്കും. നിലവിലെ ജോലിയിൽ സംതൃപ്തരല്ലാത്തവർക്ക് ഈ വർഷം പകുതിയോടെ മികച്ച മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വർഷം വഴിത്തിരിവായേക്കാം. പ്രത്യേകിച്ച് IT, ആരോഗ്യ മേഖല, അധ്യാപനം എന്നീ രംഗത്തുള്ളവർക്ക് വിദേശയാത്രയ്ക്കോ അവിടുത്തെ സ്ഥിരതാമസത്തിനോ ഉള്ള വിസ നടപടികൾ വേഗത്തിലാകാൻ സാധ്യതയുണ്ട്. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് കൊല്ലവർഷം 1202 വിപുലീകരണത്തിന്റെ വർഷമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ നിലവിലുള്ളവയിൽ പുതിയ പങ്കാളികളെ ചേർക്കാനോ ആലോചിക്കുന്നവർക്ക് അത് വിജയകരമാകാൻ സാധ്യതയുണ്ട്. വിപണിയിലെ മാറ്റങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നിങ്ങളുടെ നീക്കങ്ങൾ സാമ്പത്തിക ലാഭത്തിന് വഴിതെളിച്ചേക്കാം. എന്നാൽ കരാറുകളിൽ ഒപ്പിടുമ്പോൾ നിയമവശങ്ങൾ കൃത്യമായി പരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പരസ്യ വിപണന രംഗങ്ങളിൽ കൂടുതൽ പണം നിക്ഷേപിക്കുന്നത് ബിസിനസിൽ വളർച്ചയ്ക്ക് സഹായിച്ചേക്കാം. സാമ്പത്തികമായി നോക്കിയാൽ കൊല്ലവർഷം 1202 ഉത്രം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലമാണ് നൽകുന്നത്. വരുമാനം വർദ്ധിക്കാനുള്ള നിരവധി വാതിലുകൾ തുറക്കപ്പെടുമെങ്കിലും അപ്രതീക്ഷിത ചെലവുകൾ നിങ്ങളെ തേടിയെത്തിയേക്കാം. മുൻകാലങ്ങളിൽ നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാൻ സാധ്യതയുള്ള വർഷമാണിത്. കുടിശ്ശികയായി കിടന്നിരുന്ന തുകകൾ തിരികെ ലഭിച്ചേക്കാം. പാരമ്പര്യ സ്വത്തുക്കൾ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കപ്പെടാനും അതുവഴി സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും സാധ്യത കാണുന്നു. പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ നിങ്ങൾ പരിശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യും. ഭൂമി, വീട്, സ്വർണം എന്നിവയിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമാണ്. ഓഹരി വിപണിയിൽ താല്പര്യമുള്ളവർക്ക് ദീർഘകാല നിക്ഷേപങ്ങൾ ഗുണം ചെയ്തേക്കാം. എന്നാൽ ഊഹക്കച്ചവടങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. അന്ധമായ വിശ്വാസത്തിന്റെ പുറത്ത് വലിയ തുകകൾ മറ്റൊരാൾക്ക് വായ്പയായി നൽകുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കാരണം അത് തിരികെ ലഭിക്കാൻ പ്രയാസമായേക്കാം. കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾക്കായി വലിയൊരു തുക ചെലവഴിക്കേണ്ടി വന്നേക്കാം. ആഡംബര വസ്തുക്കൾ വാങ്ങാനോ വീട് പുതുക്കി പണിയാനോ ഉള്ള താല്പര്യം വർദ്ധിക്കും. സാമ്പത്തിക അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ വർഷാവസാനത്തോടെ ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്. അതിനാൽ ചിട്ടയായ പ്ലാനിംഗ് ആവശ്യമാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വർഷം സാധിക്കും. എങ്കിലും ഗ്രഹചലനങ്ങളുടെ സ്വാധീനം മൂലം ഇടയ്ക്കിടെ ചില വൈകാരിക പ്രക്ഷുബ്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവാഹിതരായവർക്ക് പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. പഴയകാല പിണക്കങ്ങൾ മറന്ന് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. പങ്കാളിയുടെ പേരിൽ സ്വത്തുക്കളോ ബിസിനസ്സോ തുടങ്ങാൻ ആലോചിക്കുന്നവർക്ക് അതിനനുകൂലമായ സമയമാണ്. എന്നാൽ തൊഴിൽപരമായ തിരക്കുകൾ മൂലം കുടുംബത്തിന് സമയം നൽകാൻ കഴിയാതെ വരുന്നത് ചെറിയ പരിഭവങ്ങൾക്ക് കാരണമായേക്കാം. അത് മനസ്സിലാക്കി പെരുമാറുന്നത് ബന്ധം ഊഷ്മളമായി നിലനിർത്താൻ സഹായിക്കും. വിവാഹപ്രായമെത്തിയ ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വർഷം മംഗല്യയോഗം കാണുന്നു. ആഗ്രഹിച്ച രീതിയിലുള്ള ആലോചനകൾ വരാനും തുലാം, വൃശ്ചികം മാസങ്ങളിൽ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകാനും സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹത്തിലേക്ക് കടക്കാൻ അനുയോജ്യമായ സാഹചര്യങ്ങൾ ഒത്തുവന്നേക്കാം. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും കരിയറിലും വലിയ പുരോഗതി ഉണ്ടാകും. മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ മാതാപിതാക്കൾക്ക് അവസരം ലഭിക്കും. ദീർഘനാളായി കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് ഉചിതമായ ചികിത്സകളിലൂടെയോ പ്രാർത്ഥനകളിലൂടെയോ സന്താന ഭാഗ്യം ഉണ്ടാകാൻ സാധ്യതയുള്ള വർഷമാണിത്. മാതാപിതാക്കളുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദരങ്ങളുമായി ഭൂമി സംബന്ധമായോ മറ്റോ ഉള്ള തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അവ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കണം. ബന്ധുക്കളുമായി ഒത്തുചേരാനുള്ള അവസരങ്ങൾ ഈ വർഷം ധാരാളമായി ഉണ്ടാകും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഉത്രം നക്ഷത്രക്കാർ ഈ വർഷം അല്പം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ശരീരത്തെക്കാൾ മനസ്സിന്റെ ആരോഗ്യമാണ് നിങ്ങളുടെ ഉന്മേഷത്തെ നിശ്ചയിക്കുന്നത്. സൂര്യന്റെ നക്ഷത്രമായതിനാൽ ഉത്രം നക്ഷത്രക്കാർക്ക് അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ, കണ്ണിന് അസ്വസ്ഥതകൾ അല്ലെങ്കിൽ പിത്തസംബന്ധമായ അസുഖങ്ങൾ എന്നിവ വരാൻ സാധ്യതയുണ്ട്. കൃത്യമായ ഇടവേളകളിൽ വൈദ്യ പരിശോധന നടത്തുന്നത് നന്നായിരിക്കും. ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുന്നതും
വർഷം മുഴുവൻ ഉന്മേഷത്തോടെ ഇരിക്കാൻ സഹായിക്കും. ജോലിഭാരവും കുടുംബ ഉത്തരവാദിത്തങ്ങളും മൂലം ഇടയ്ക്ക് മാനസിക സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാം. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്ന പ്രവണത ഈ വർഷം നിയന്ത്രിക്കണം. ധ്യാനം, യോഗ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടവിനോദങ്ങളിൽ ഏർപ്പെടുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കുമെങ്കിലും അത് അമിത വിശ്വാസമായി മാറാതെ നോക്കണം. ആത്മീയമായ കാര്യങ്ങളിലുള്ള താല്പര്യം നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി മാറും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം കഠിനാധ്വാനത്തിന് ബലം ലഭിക്കുന്ന കാലമാണ്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. വിദേശത്തോ ഇന്ത്യയിലെ പ്രമുഖ സർവകലാശാലകളിലെ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രവേശന പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും. ഗവേഷണ രംഗത്തുള്ളവർക്ക് അവരുടെ പ്രബന്ധങ്ങൾ അംഗീകരിക്കപ്പെടാനും സ്കോളർഷിപ്പുകൾ ലഭിക്കാനും സാധ്യത കാണുന്നു. വർഷത്തിന്റെ മധ്യത്തിൽ ചില ശ്രദ്ധക്കുറവുകൾ ഉണ്ടായേക്കാമെങ്കിലും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പിന്തുണ അതിനെ മറികടക്കാൻ സഹായിക്കും. ഈ വർഷത്തെ ഗുണഫലങ്ങൾ പൂർണ്ണമായി അനുഭവിക്കണമെങ്കിൽ ഉത്രം നക്ഷത്രക്കാർ ചില കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം. നിങ്ങളുടെ സംസാരം ചിലപ്പോൾ കടുപ്പമേറിയതാകാൻ സാധ്യതയുണ്ട്. ഇത് മറ്റുള്ളവരുടെ മനസ്സിനെ മുറിപ്പെടുത്തിയേക്കാം. കുടുംബത്തിലായാലും ജോലിസ്ഥലത്തായാലും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മിതത്വം പാലിക്കുക. ദൂരയാത്രകൾ ചെയ്യുമ്പോഴും രാത്രികാലങ്ങളിൽ വാഹനം ഓടിക്കുമ്പോഴും അതീവ ജാഗ്രത പുലർത്തുക. വേഗത കുറയ്ക്കുന്നത് അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. സാമ്പത്തിക ഇടപാടുകളിലോ വസ്തു ഇടപാടുകളിലോ ഏർപ്പെടുമ്പോൾ രേഖകൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. ആരെയും അന്ധമായി വിശ്വസിച്ച് വലിയ ഉറപ്പുകൾ നൽകരുത്. നിങ്ങളുടെ വളർച്ചയിൽ അസൂയയുള്ള ചിലർ ജോലിസ്ഥലത്ത് തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചേക്കാം. എന്നാൽ നിങ്ങളുടെ സത്യസന്ധതയും കഠിനാധ്വാനവും അവയെ അതിജീവിക്കാൻ സഹായിക്കും. രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചിങ്ങം, കന്നി, തുലാം രാശികളിലെ ഉത്രം ഒന്നാം പാദക്കാർക്ക് ഈ കാലയളവിൽ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായി ചെലവുകൾ വർദ്ധിക്കുമെങ്കിലും മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ ലഭിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. വൃശ്ചികം, ധനു, മകരം രാശികളിൽ ഉൾപ്പെട്ട ഉത്രം രണ്ടാം പാദക്കാർക്ക് തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പദവികൾ ലഭിക്കാനോ സ്ഥലം മാറ്റത്തിനോ സാധ്യതയുണ്ട്. ഈ സമയത്ത് ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കുംഭം, മീനം, മേടം രാശികളിലെ ഉത്രം മൂന്നാം പാദക്കാർക്ക് നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കുന്ന സമയമാണിത്. പഴയ സുഹൃത്തുക്കളെ കണ്ടെത്താനും യാത്രകൾ പോകാനും അവസരമുണ്ടാകും. കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷമുണ്ടാകും. ഇടവം, മിഥുനം, കർക്കടകം രാശിയിലെ ഉത്രം നാലാം പാദക്കാർക്ക് വർഷം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പലതും പൂർത്തിയായിട്ടുണ്ടാകും. പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും ആത്മീയ യാത്രകൾ നടത്താനും ഈ സമയം അനുയോജ്യമാണ്. ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനുമായി ചില ലളിതമായ പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ സൂര്യോദയ സമയത്ത് സൂര്യനെ വന്ദിക്കുന്നത് ഉത്രം നക്ഷത്രക്കാർക്ക് അതിശയിപ്പിക്കുന്ന ഫലങ്ങൾ നൽകും. ഞായറാഴ്ചകളിൽ ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നത് തൊഴിൽ വിജയത്തിന് ഉത്തമമാണ്. മാസത്തിലൊരിക്കൽ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം ശിവക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുക. ശിവന് ധാരയും വിഷ്ണുവിന് തുളസിമാലയും സമർപ്പിക്കുന്നത് ഗുണകരമാണ്. കഴിയുന്നത് പോലെ പാവപ്പെട്ടവർക്കോ വിശക്കുന്നവർക്കോ ഭക്ഷണം നൽകുക. ഇത് നിങ്ങളുടെ കർമ്മദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. നിങ്ങളുടെ വീടിന്റെ മുറ്റത്തോ പരിസരത്തോ പക്ഷികൾക്കായി വെള്ളവും തീറ്റയും വെക്കുന്നത് മാനസിക സമാധാനത്തിനും പുരോഗതിക്കും വഴിതെളിക്കും. കൊല്ലവർഷം 1202 ഉത്രം നക്ഷത്രക്കാർക്ക് വലിയൊരു സാധ്യതയുടെ വർഷമാണ്. നിങ്ങളുടെ അധ്വാനവും ക്ഷമയും കൃത്യമായ പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ ഏതു പ്രതിസന്ധിയെയും മറികടക്കാൻ സാധിക്കും. പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന അവസരങ്ങളെ തിരിച്ചറിയുകയും അവയെ വിവേകപൂർവ്വം ഉപയോഗിക്കുകയും ചെയ്യുക. ഈ പ്രവചനം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മാർഗരേഖ മാത്രമാണ്. ശുഭാപ്തി വിശ്വാസത്തോടും കഠിനാധ്വാനത്തോടും കൂടി മുന്നോട്ട് പോയാൽ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷങ്ങളിൽ ഒന്നായി മാറും. ചെറിയ തിരിച്ചടികളെ പാഠങ്ങളായി കണ്ട് വിജയത്തിലേക്ക് കുതിക്കാൻ ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വർഷം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് പൊതുവായ ഫലങ്ങളാണ്. വ്യക്തികളുടെ ജാതകത്തിലെ ഗ്രഹനിലകൾക്കും ദിശാപഹാരങ്ങൾക്കും അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റങ്ങൾ വരാം. കൂടുതൽ കൃത്യമായ ഫലങ്ങൾക്കായി ഒരു ജ്യോതിഷിയെ നേരിട്ട് കണ്ട് ജാതകം പരിശോധിപ്പിക്കുന്നത് ഉചിതമായിരിക്കും.